ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ് +1 തുല്യത 2026 അക്ഷര കൈരളി മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഇതുപോലെയുള്ള എക്സാം റിലേറ്റഡ് ക്ലാസ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉചിതമായ ഉത്തരം കണ്ടെത്തി എഴുതുക. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. ഒന്നാമത്തെ ചോദ്യം, ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന കൃതി ഏത്? ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന കൃതി ഏത്? ഓപ്ഷൻസ്: ജ്ഞാനപ്പാന, ലീല, രമണൻ. ജ്ഞാനപ്പാന, ലീല, രമണൻ. ഉത്തരം ജ്ഞാനപ്പാന. ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന കൃതി ജ്ഞാനപ്പാന. ജ്ഞാനപ്പാന രചിച്ചിരിക്കുന്നത് പൂന്താനം. ജ്ഞാനപ്പാന രചിച്ചിരിക്കുന്നത് പൂന്താനം. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭക്തികാവ്യങ്ങളിൽ ഒന്നാണ് ജ്ഞാനപ്പാന. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭക്തികാവ്യങ്ങളിൽ ഒന്നാണ് ജ്ഞാനപ്പാന. ലീല. കുമാരനാശാന്റെ പ്രശസ്ത ഖണ്ഡകാവ്യമാണ് ലീല. കുമാരനാശാന്റെ പ്രശസ്ത ഖണ്ഡകാവ്യമാണ് ലീല. പ്രണയവും വിരഹവും മനുഷ്യജീവിതത്തിന്റെ വൈകാരികതയും ഇതിലെ പ്രധാന പ്രമേയങ്ങളാണ്. പ്രണയവും വിരഹവും മനുഷ്യജീവിതത്തിന്റെ വൈകാരികതയും ഇതിലെ പ്രധാന പ്രമേയങ്ങളാണ്. രമണൻ. ചങ്ങമ്പുഴയുടെ പ്രശസ്ത വിലാപകാവ്യമാണ് രമണൻ. ചങ്ങമ്പുഴയുടെ പ്രശസ്ത വിലാപകാവ്യമാണ് രമണൻ. പ്രണയവും ദുഃഖവും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചിരിക്കുന്നു. പ്രണയവും ദുഃഖവും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വീണപ്പൂവ് ആരുടെ രചനയാണ്? വീണപ്പൂവ് ആരുടെ രചനയാണ്? ഓപ്ഷൻസ്: വള്ളത്തോൾ, കുമാരനാശാൻ, ചങ്ങമ്പുഴ. ഉത്തരം കുമാരനാശാൻ. ഉത്തരം കുമാരനാശാൻ. വീണപ്പൂവ് കുമാരനാശാന്റെ ആദ്യത്തെ മഹത്തായ ഖണ്ഡകാവ്യമാണ്. വീണപ്പൂവ് കുമാരനാശാന്റെ ആദ്യത്തെ മഹത്തായ ഖണ്ഡകാവ്യമാണ്. ജീവിതത്തിന്റെ അനിത്യത, മരണത്തിന്റെ അനിവാര്യത, മനുഷ്യജീവിതത്തിന്റെ തത്വചിന്ത എന്നിവയാണ് ഈ കൃതിയുടെ പ്രധാന ആശയങ്ങൾ. ജീവിതത്തിന്റെ അനിത്യത, മരണത്തിന്റെ അനിവാര്യത, മനുഷ്യജീവിതത്തിന്റെ തത്വചിന്ത എന്നിവയാണ് ഈ കൃതിയുടെ പ്രധാന ആശയങ്ങൾ. വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ മഹാകവികളിൽ ഒരാളാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ദേശീയ ബോധവും സാംസ്കാരിക മൂല്യങ്ങളും നിറഞ്ഞ കവിതകളാണ് പ്രധാന സംഭാവന. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലെ മഹാകവികളിൽ ഒരാളാണ്. ദേശീയ ബോധവും സാംസ്കാരിക മൂല്യങ്ങളും നിറഞ്ഞ കവിതകളാണ് പ്രധാന സംഭാവന. കേരള കലാമണ്ഡലത്തിലെ സ്ഥാപകനാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. പ്രണയത്തിന്റെയും ദുഃഖത്തിന്റെയും കവിയായി അറിയപ്പെടുന്നു. പ്രണയത്തിന്റെയും ദുഃഖത്തിന്റെയും കവിയായി അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്ത കൃതി രമണനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്ത കൃതി രമണനാണ്. മൂന്നാമത്തെ ചോദ്യം, കൊഴിഞ്ഞ ഇലകൾ ഏതു സാഹിത്യ വിഭാഗമാണ്? കൊഴിഞ്ഞ ഇലകൾ ഏതു സാഹിത്യ വിഭാഗമാണ്? ഓപ്ഷൻസ്: ജീവചരിത്രം, നോവൽ, ആത്മകഥ. ജീവചരിത്രം, നോവൽ, ആത്മകഥ. ഉത്തരം ആത്മകഥ. ഉത്തരം ആത്മകഥ. ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രശസ്തമായ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രശസ്തമായ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. മലയാളത്തിലെ പ്രമുഖ സാഹിത്യ വിമർശകനും അധ്യാപകനും വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. മലയാളത്തിലെ പ്രമുഖ സാഹിത്യ വിമർശകനും അധ്യാപകനും വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യ വിമർശനത്തിന് പുതിയ ദിശാബോധം നൽകിയ വ്യക്തിയാണ്. മലയാള സാഹിത്യ വിമർശനത്തിന് പുതിയ ദിശാബോധം നൽകിയ വ്യക്തിയാണ്. നാലാമത്തെ ചോദ്യം, ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം രചിച്ചതാര്? ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം രചിച്ചതാര്? ഓപ്ഷൻസ്: സക്കറിയ, ഗാന്ധിജി, നെഹ്റു. സക്കറിയ, ഗാന്ധിജി, നെഹ്റു. ഉത്തരം ഗാന്ധിജി. ഉത്തരം ഗാന്ധിജി. ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം മഹാത്മാഗാന്ധി രചിച്ച ഗ്രന്ഥമാണ്. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം നടത്തിയ സത്യാഗ്രഹ സമരങ്ങളുടെ അനുഭവങ്ങളും ആശയങ്ങളുമാണ് ഈ കൃതിയിൽ വിവരിക്കുന്നത്.
ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം നടത്തിയ സത്യാഗ്രഹ സമരങ്ങളുടെ അനുഭവങ്ങളും ആശയങ്ങളുമാണ് ഈ കൃതിയിൽ വിവരിക്കുന്നത്. സക്കറിയ പ്രമുഖ മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. പ്രമുഖ മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. സക്കറിയുടെ പൊരിച്ച മീനിന്റെ മന്ത്രവാദിനി എന്ന പാഠഭാഗത്തിൽ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സക്കറിയുടെ പൊരിച്ച മീനിന്റെ മന്ത്രവാദിനി എന്ന പാഠഭാഗത്തിൽ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര നേതാവുമാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര നേതാവുമാണ്. ഇന്ത്യയെ കണ്ടെത്തൽ, ലോക ചരിത്രാവലോകനങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ. ഇന്ത്യയെ കണ്ടെത്തൽ, ലോക ചരിത്രാവലോകനങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ. അഞ്ചാമത്തെ ചോദ്യം, നീയ എൻ്റെ ശ്രീ ഭഗവതി, ചെല്ല് നല്ല കുട്ടിയായിട്ട് അടുക്കളയിലേക്ക് ചെല്ല്. ആരുടെ വാക്കുകൾ? നീയ എൻ്റെ ശ്രീ ഭഗവതി, ചെല്ല് നല്ല കുട്ടിയായിട്ട് അടുക്കളയിലേക്ക് ചെല്ല്. ആരുടെ വാക്കുകൾ? ഓപ്ഷൻസ്: ഭർത്താവ്, അമ്മ, സഹോദരൻ. ഭർത്താവ്, അമ്മ, സഹോദരൻ. ഉത്തരം ഭർത്താവ്. ഉത്തരം ഭർത്താവ്. ശ്രീ ഭഗവതി പ്രശസ്ത സ്ത്രീപക്ഷ എഴുത്തുകാരി ഗീതാ ഹിരണ്യൻ എഴുതിയ കഥയാണ്. പ്രശസ്ത സ്ത്രീപക്ഷ എഴുത്തുകാരി ഗീതാ ഹിരണ്യൻ എഴുതിയ കഥയാണ് ശ്രീ ഭഗവതി. സമകാലിക മലയാളത്തിലെ പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. സമകാലിക മലയാളത്തിലെ പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. സ്ത്രീ ജീവിതം, കുടുംബ ബന്ധങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയാണ് അവരുടെ കൃതികളിലെ പ്രധാന പ്രമേയങ്ങൾ. സ്ത്രീ ജീവിതം, കുടുംബ ബന്ധങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയാണ് അവരുടെ കൃതികളിലെ പ്രധാന പ്രമേയങ്ങൾ. ആറാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കാവ്യ സമാഹാരം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കാവ്യ സമാഹാരം ഏത്? ഓപ്ഷൻസ്: വിട, കരിന്തിരി, മനസ്വിനി. വിട, കരിന്തിരി, മനസ്വിനി. ഉത്തരം വിട. ഉത്തരം വിട. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ശ്രദ്ധേയമായ കാവ്യ സമാഹാരമാണ് വിട. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ശ്രദ്ധേയമായ കാവ്യ സമാഹാരമാണ് വിട. പ്രകൃതി, മനുഷ്യജീവിതം, വിരഹം, ജീവിതാനുഭവങ്ങൾ എന്നിവ ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷയിൽ ഈ സമാഹാരത്തിലെ കവിതകളിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പ്രകൃതി, മനുഷ്യജീവിതം, വിരഹം, ജീവിതാനുഭവങ്ങൾ എന്നിവ ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷയിൽ ഈ സമാഹാരത്തിലെ കവിതകളിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മലയാള കവിതയിലെ ശ്രദ്ധേയമായ കാവ്യ സമാഹാരങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. മലയാള കവിതയിലെ ശ്രദ്ധേയമായ കാവ്യ സമാഹാരങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഏഴാമത്തെ ചോദ്യം ചേർത്തെഴുതാനാണ്. 5 എണ്ണമാണ് തന്നിരിക്കുന്നത്. എ കോളം നോക്കാം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു, പ്രണയപരവശേ ശുഭം, കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി, നീയോ ഭാഗ്യത്തികവേലുവോൾ, ഒരു പീഡയെറുമ്പിനും. ബി കോളം വൈലോപ്പിള്ളി, ശ്രീനാരായണ ഗുരു, പൂന്താനം, കുമാരനാശാൻ, കുഞ്ചൻ നമ്പ്യാർ. ഇനി നമുക്ക് ചേരുംപടി ചേർക്കാം. 1. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു, പൂന്താനം. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ നിന്നുള്ളതാണ് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു, പൂന്താനം. 2. പ്രണയപരവശേ ശുഭം. പ്രണയപരവശേ ശുഭം. ഉത്തരം കുമാരനാശാൻ. കുമാരനാശാന്റെ ലീലയിൽ നിന്നുള്ളതാണ് പ്രണയപരവശേ ശുഭം, കുമാരനാശാൻ. 3. കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി. ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശത്തിൽ നിന്നുള്ളതാണ് കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി, കുഞ്ചൻ നമ്പ്യാർ. 4. നീയോ ഭാഗ്യത്തികവേലുവോൾ. നീയോ ഭാഗ്യത്തികവേലുവോൾ. ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഉജ്ജ്വല മുഹൂർത്തത്തിൽ നിന്നുള്ളതാണ് നീയോ ഭാഗ്യത്തികവേലുവോൾ. 5. ഒരു പീഡയെറുമ്പിനും. ഒരു പീഡയെറുമ്പിനും. ഉത്തരം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പാ ദശകത്തിൽ നിന്നുള്ളതാണ് ഒരു പീഡയെറുമ്പിനും. ചുവടെ തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 8 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക.
2 സ്കോർ വീതം. ഗദ്യഭാഗം വായിക്കാം. ആധുനിക കവിത്രയത്തിലെ അനുഗ്രഹീത കവി വള്ളത്തോൾ നാരായണ മേനോന്റെ കിളിക്കൊഞ്ചൽ എന്ന കവിതയെ പഠനവിധേയമാക്കുന്ന ഡോക്ടർ എം ലീലാവതിയുടെ ലേഖനമാണ് കിളിക്കൊഞ്ചൽ. ജനക മഹാരാജാവിന്റെ പുത്രിയായ സീതയുടെ കൊഞ്ചലിലൂടെ അമ്മയ്ക്കുണ്ടായ ആനന്ദാതിരേകം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കവിതയാണ് കിളിക്കൊഞ്ചൽ. ശൈശവ സംബന്ധിയായ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും ഈ കവിതയെ അനുപമസുന്ദരമാക്കുന്നു. ചോദ്യം നോക്കാം. 8. ആധുനിക കവിത്രയത്തിലെ അനുഗ്രഹീതനായ കവി ആര്? ആധുനിക കവിത്രയത്തിലെ അനുഗ്രഹീതനായ കവി ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. 9. ചോദ്യം. കിളിക്കൊഞ്ചൽ എന്ന ലേഖനം എഴുതിയതാര്? കിളിക്കൊഞ്ചൽ എന്ന ലേഖനം എഴുതിയതാര്? ഉത്തരം ഡോക്ടർ എം ലീലാവതി. ഡോക്ടർ എം ലീലാവതി. 10. ചോദ്യം. കിളിക്കൊഞ്ചൽ എന്ന കവിതയെ അനുപമസുന്ദരമാക്കുന്നതെന്ത്? കിളിക്കൊഞ്ചൽ എന്ന കവിതയെ അനുപമസുന്ദരമാക്കുന്നതെന്ത്? ഉത്തരം ജനക മഹാരാജാവിന്റെ പുത്രിയായ സീതയുടെ കൊഞ്ചലിലൂടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധവും ഹൃദയസ്പർശിയായ അവതരണവും സ്വാഭാവികമായ ശൈലിയും ചിത്രീകരിച്ചിരിക്കുന്നതാണ് കിളിക്കൊഞ്ചൽ എന്ന കവിതയെ അനുപമസുന്ദരമാക്കുന്നത്. ജനക മഹാരാജാവിന്റെ പുത്രിയായ സീതയുടെ കൊഞ്ചലിലൂടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധവും ഹൃദയസ്പർശിയായ അവതരണവും സ്വാഭാവികമായ ശൈലിയും ചിത്രീകരിച്ചിരിക്കുന്നതാണ് കിളിക്കൊഞ്ചൽ എന്ന കവിതയെ അനുപമസുന്ദരമാക്കുന്നത്. 11 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് 2 or 3 വാക്യത്തിൽ ഉത്തരം എഴുതുക. സ്കോർ 2 വീതം. 11. ചോദ്യം. ദർബനിലെ ഹൈവേയിൽ സക്കറിയ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? ദർബനിലെ ഹൈവേയിൽ സക്കറിയ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? സക്രയുടെ പൊരിച്ച മീനിന്റെ മന്ത്രവാദിനി എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഉത്തരം ദർബനിലെ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സക്കറിയ വിളഞ്ഞ പഴത്തോട്ടങ്ങളും വിശാലമായ ധാന്യവയലുകളും ദക്ഷിണാഫ്രിക്കൻ മഹാസമതലത്തിന്റെ മനോഹരമായ കാഴ്ചകളും കണ്ടു. ദർബനിലെ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സക്കറിയ വിളഞ്ഞ പഴത്തോട്ടങ്ങളും വിശാലമായ ധാന്യവയലുകളും ദക്ഷിണാഫ്രിക്കൻ മഹാസമതലത്തിന്റെ മനോഹരമായ കാഴ്ചകളും കണ്ടു. കൂടാതെ മികച്ച ഹൈവേകളിലൂടെ വാഹനങ്ങൾ ഗതാഗതക്കുരുക്കില്ലാതെ ക്രമമായി സഞ്ചരിക്കുന്നതും ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചു. കൂടാതെ മികച്ച ഹൈവേകളിലൂടെ വാഹനങ്ങൾ ഗതാഗതക്കുരുക്കില്ലാതെ ക്രമമായി സഞ്ചരിക്കുന്നതും ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചു. ഈ കാഴ്ചകൾ അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു. ഈ കാഴ്ചകൾ അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു. 12. ചോദ്യം. വാസനാവികൃതി എന്ന ചെറുകഥയുടെ സവിശേഷതകൾ എഴുതുക. വാസനാവികൃതി എന്ന ചെറുകഥയുടെ സവിശേഷതകൾ എഴുതുക. ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ രചിച്ച വാസനാവികൃതി മലയാളത്തിലെ ആദ്യ ചെറുകഥയായി കണക്കാക്കപ്പെടുന്നു. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ രചിച്ച വാസനാവികൃതി മലയാളത്തിലെ ആദ്യ ചെറുകഥയായി കണക്കാക്കപ്പെടുന്നു. നർമ്മവും ആക്ഷേപഹാസ്യവും ലളിതമായ അവതരണ ശൈലിയും മനുഷ്യരുടെ സ്വഭാവ ദൗർബല്യങ്ങളെ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്ന രീതിയും ഈ കഥയുടെ പ്രധാന സവിശേഷതകളാണ്. നർമ്മവും ആക്ഷേപഹാസ്യവും ലളിതമായ അവതരണ ശൈലിയും മനുഷ്യരുടെ സ്വഭാവ ദൗർബല്യങ്ങളെ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്ന രീതിയും ഈ കഥയുടെ പ്രധാന സവിശേഷതകളാണ്. പഴഞ്ചൊല്ലുകളും പ്രയോഗങ്ങളും ദൈനംദിന ജീവിത ഭാഷയും കഥയെ കൂടുതൽ ആകർഷകമാക്കുന്നു. പഴഞ്ചൊല്ലുകളും പ്രയോഗങ്ങളും ദൈനംദിന ജീവിത ഭാഷയും കഥയെ കൂടുതൽ ആകർഷകമാക്കുന്നു. 13. ചോദ്യം. വ്യാകരണ പഠനത്തെക്കുറിച്ചുള്ള ഇ.വി. കൃഷ്ണപിള്ളയുടെ വീക്ഷണം എന്ത്? വ്യാകരണ പഠനത്തെക്കുറിച്ചുള്ള ഇ.വി. കൃഷ്ണപിള്ളയുടെ വീക്ഷണം എന്ത്? ഉത്തരം ഇ.വി. കൃഷ്ണപിള്ളയുടെ അഭിപ്രായത്തിൽ വ്യാകരണം ഭാഷാ പഠനത്തിന്റെ ഒരു ഭാഗമാണ്. ഇ.വി. കൃഷ്ണപിള്ളയുടെ അഭിപ്രായത്തിൽ വ്യാകരണം ഭാഷാ പഠനത്തിന്റെ ഒരു ഭാഗമാണ്.
വ്യാകരണം ഭാഷയെ ശുദ്ധമായും ശരിയായും ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഉപാധിയാണ്. വ്യാകരണം ഭാഷയെ ശുദ്ധമായും ശരിയായും ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഉപാധിയാണ്. എന്നാൽ നിയമങ്ങൾ മനഃപ്പാഠമാക്കുന്നതിലല്ല, ഭാഷയുടെ പ്രായോഗിക ഉപയോഗത്തിലൂടെയാണ് വ്യാകരണം പഠിക്കേണ്ടതെന്ന് ഇ.വി. കൃഷ്ണപിള്ള അഭിപ്രായപ്പെടുന്നു. എന്നാൽ നിയമങ്ങൾ മനഃപ്പാഠമാക്കുന്നതിലല്ല, ഭാഷയുടെ പ്രായോഗിക ഉപയോഗത്തിലൂടെയാണ് വ്യാകരണം പഠിക്കേണ്ടതെന്ന് ഇ.വി. കൃഷ്ണപിള്ള അഭിപ്രായപ്പെടുന്നു. 14-ാമത്തെ ചോദ്യം. നീചനാകിലും നാഥൻ ദൈവതം കുലസ്ത്രീക്ക് ഉജ്ജ്വല മുഹൂർത്തം സന്ദർഭം വിവരിക്കുക. നീചനാകിലും നാഥൻ ദൈവതം കുലസ്ത്രീക്ക് ഉജ്ജ്വല മുഹൂർത്തം സന്ദർഭം വിവരിക്കുക. ഉത്തരം വൈലോപ്പിള്ളിയുടെ ഉജ്ജ്വല മുഹൂർത്തത്തിലെ ചോദ്യത്തിനാസ്പദമായ സന്ദർഭം നോക്കാം. വൈലോപ്പിള്ളിയുടെ ഉജ്ജ്വല മുഹൂർത്തത്തിലെ ചോദ്യത്തിനാസ്പദമായ സന്ദർഭം നോക്കാം. വനവാസകാലത്ത് ഒരിക്കൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും അതിമഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. വനവാസകാലത്ത് ഒരിക്കൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും അതിമഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. മുനിയും പത്നിയും അതിഥികൾക്ക് വളരെ നല്ല രീതിയിൽ സ്വീകരണം നൽകി. മുനിയും പത്നിയും അതിഥികൾക്ക് വളരെ നല്ല രീതിയിൽ സ്വീകരണം നൽകി. സൽക്കാരങ്ങൾക്ക് ശേഷം മുനിപത്നിയായ അനസൂയ സീതയെ വിളിച്ച് വാത്സല്യപൂർവ്വം പറയുന്നതാണ് സന്ദർഭം. സൽക്കാരങ്ങൾക്ക് ശേഷം മുനിപത്നിയായ അനസൂയ സീതയെ വിളിച്ച് വാത്സല്യപൂർവ്വം പറയുന്നതാണ് സന്ദർഭം. സൽക്കാരങ്ങൾക്ക് ശേഷം മുനിപത്നിയായ അനസൂയ സീതയെ വിളിച്ച് വാത്സല്യപൂർവ്വം പറയുന്നതാണ് സന്ദർഭം. വരികൾ നോക്കാം. നീചനാണെങ്കിലും പതിവ്രതയായ സ്ത്രീക്ക് ഭർത്താവ് ദൈവതുല്യനാണ്. നീചനാണെങ്കിലും പതിവ്രതയായ സ്ത്രീക്ക് ഭർത്താവ് ദൈവതുല്യനാണ്. സീതയുടെ ഭർത്താവ് ലോകത്തിന് മുഴുവൻ പ്രിയപ്പെട്ട ശ്രീരാമനാണ്. സീതയുടെ ഭർത്താവ് ലോകത്തിന് മുഴുവൻ പ്രിയപ്പെട്ട ശ്രീരാമനാണ്. അതിനാൽ സുഹൃതിനിയായ സീത ഭാഗ്യം തികഞ്ഞവളാണെന്ന് അനസൂയ പറയുന്നു. അതിനാൽ സുഹൃതിനിയായ സീത ഭാഗ്യം തികഞ്ഞവളാണെന്ന് അനസൂയ പറയുന്നു. 15-ാമത്തെ ചോദ്യം. വയോജന ദിനത്തിൽ നിങ്ങൾ നടത്തുന്ന പദയാത്രയ്ക്ക് 2 മുദ്രാവാക്യങ്ങൾ നിർമ്മിക്കുക. വയോജന ദിനത്തിൽ നിങ്ങൾ നടത്തുന്ന പദയാത്രയ്ക്ക് 2 മുദ്രാവാക്യങ്ങൾ നിർമ്മിക്കുക. സൂചന: വാർദ്ധക്യം തളർച്ചയല്ല, അനുഭവങ്ങളുടെ കരുത്താണ്. വാർദ്ധക്യം തളർച്ചയല്ല, അനുഭവങ്ങളുടെ കരുത്താണ്. ഉത്തരം 1. വയോജനങ്ങളെ ആദരിക്കൂ, അവരുടെ അനുഭവങ്ങളെ അംഗീകരിക്കൂ. വയോജനങ്ങളെ ആദരിക്കൂ, അവരുടെ അനുഭവങ്ങളെ അംഗീകരിക്കൂ. 2. മുതിർന്നവരുടെ അനുഭവം സമൂഹത്തിന്റെ വഴികാട്ടി. മുതിർന്നവരുടെ അനുഭവം സമൂഹത്തിന്റെ വഴികാട്ടി. അവരെ ആദരിക്കാം, അവരെ ആദരിക്കാം. 3. വയോജനങ്ങളെ ചേർത്തു നിർത്താം, സ്നേഹവും കരുതലും പകരാം. വയോജനങ്ങളെ ചേർത്തു നിർത്താം, സ്നേഹവും കരുതലും പകരാം. 16-ാമത്തെ ചോദ്യം. നമ്മൾ പിന്നെ വലിയ നേതാവല്ലേ, ഇതൊക്കെ തൃക്കരം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പറയാൻ ഇടയായ സാഹചര്യം ഏത്? നമ്മൾ പിന്നെ വലിയ നേതാവല്ലേ, ഇതൊക്കെ തൃക്കരം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പറയാൻ ഇടയായ സാഹചര്യം ഏത്? ഉത്തരം ഗീതാഹിരണ്യൻ എഴുതിയ ശ്രീ ഭഗവതി എന്ന ചെറുകഥയിൽ നിന്നുള്ള ചോദ്യമാണ്. വീട്ടിലെ വാഷ് ബേസിന്റെ ചോട്ടിലുള്ള ചവറ്റുകുട്ട നിറഞ്ഞപ്പോൾ അത് താഴെയുള്ള കുപ്പയിൽ കൊണ്ടുപോയി കളയാൻ ഭാര്യ ഭർത്താവിനോട് ആവശ്യപ്പെടുന്നു. വീട്ടിലെ വാഷ് ബേസിന്റെ ചോട്ടിലുള്ള ചവറ്റുകുട്ട നിറഞ്ഞപ്പോൾ അത് താഴെയുള്ള കൂപ്പയിൽ കൊണ്ടുപോയി കളയാൻ ഭാര്യ ഭർത്താവിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അത് തന്റെ ജോലിയല്ലെന്നും ഭാര്യ തന്നെയാണ് അത് ചെയ്യേണ്ടതെന്നും ഭർത്താവ് പറയുന്നു. എന്നാൽ അത് തന്റെ ജോലിയല്ലെന്നും ഭാര്യ തന്നെയാണ് അത് ചെയ്യേണ്ടതെന്നും ഭർത്താവ് പറയുന്നു. അപ്പോൾ ആ ജോലി ചെയ്യാൻ വിമുഖത പ്രകടിപ്പിച്ച ഭർത്താവിനോട് നമ്മൾ പിന്നെ വലിയ നേതാവല്ലേ, ഇതൊക്കെ തൃക്കരം കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പരിഹാസ രൂപത്തിൽ ഭാര്യ പറയുന്ന സന്ദർഭമാണിത്. അപ്പോൾ ആ ജോലി ചെയ്യാൻ വിമുഖത പ്രകടിപ്പിച്ച ഭർത്താവിനോട് നമ്മൾ പിന്നെ വലിയ നേതാവല്ലേ, ഇതൊക്കെ തൃക്കരം കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പരിഹാസ രൂപത്തിൽ ഭാര്യ പറയുന്ന സന്ദർഭമാണിത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.
ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാം റിലേറ്റഡ് ക്ലാസ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എവ്രി വൺ.